ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പോകുന്നത് കാട്ടിലേക്കാണ് ഗൈസ്. കാട്ടിൽ പോയി പറക്കാൻ പോകണം ചെന്നാണ് പോയത്. പക്ഷേ പറക്കില്ല ഗൈസ്, പറിച്ചെടുത്തു. അപ്പോൾ നമ്മൾ ആലുവ മനപ്പുറത്ത് വന്നേക്കോട്ടോ. ആലുവക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഞാനൊരു ആലുവക്കാരിയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ആലുവയിൽ ഒരു കുട്ടി വനമുണ്ട് കേട്ടോ. അതിനകത്താണെങ്കിൽ ഇതുപോലെ മുളകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് നമ്മളിത് കുറച്ച് മുളയുടെ ഇല പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിയുള്ള ഇലയാണ്. അപ്പോൾ അതും പിന്നെ കുറച്ച് വേറൊരു മരത്തടിയും കൂടി കിട്ടിയിട്ടുണ്ടായി. അതായിട്ട് നേരെ നമ്മൾ വീട്ടിലിട്ടുന്നുണ്ട്. ഈ മുളയുടെ പുറകിലത് ഇതുപോലെ ഇരിക്കുന്ന സാധനം കണ്ടത് നല്ലപോലെ ചൊറിയൂട്ടോ. ആദ്യത്തെ പ്രാവശ്യം എനിക്ക് അറിയില്ലായിരുന്നു. ചൊറിയിലൊക്കെ വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ പുറകിലുള്ള സംഭവം ചൊറിയനാണെന്ന്. അപ്പോൾ നമ്മളിതേ ഇതൊന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ വൈറ്റ് കളറിൽ ആക്കിലേക്ക് വെച്ചിട്ട് ചെറിയ ഡിസൈൻ ഇട്ട് കൊടുത്തപ്പോൾ പാമ്പ് പടം പൊഴിച്ച പോലെ എനിക്ക് തോന്നിയിട്ട്. ചെറിയ പാമ്പ് പടം പൊഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ തോല് കാണാൻ ഇതുപോലത്തെ ഒരു ഡിസൈനൊക്കെ ഉണ്ടാവില്ലേ. ഞങ്ങളുടെ നാട്ടിലെ ഭയങ്കര വലിയ ഉത്സവമാണ് ആലുവ ശിവരാത്രി മണപ്പുറം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ വലിയ ഉത്സവം ഏതാണെന്ന് കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കല്ലേ. ഒരു ഗ്ലാസ്സിലേക്ക് വാൾപുട്ടി നിറച്ചിട്ട് നമ്മളതിനകത്തേക്ക് ഇത് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഡെക്കോറാക്കി മാറ്റിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു, ബൈ.